രാസലഹരി കേസിൽ യൂട്യൂബർ തൊപ്പി എന്ന നിഖാലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ബെസ്റ്റ് തീരുമാനം. നന്ദിയില്ലാത്ത ജാതികൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോ ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ട പാവം പോലുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ തെറിയും അടിയും എന്ന പേരിൽ അറിയപ്പെടുന്ന നിഹാൽ എന്ന യൂട്യൂബർ മുമ്പും പല വിവാദങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. ഇയാളുടെ വീട്ടിൽ നിന്നും പാലാരിവട്ടം പോലീസാണ് രാസലഹരി കണ്ടെത്തിയത്. പടച്ചോനോർത്ത് എന്റെ മാനം കളയരുത്. എന്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. പോലീസ് കേസെടുത്തതിന് പിന്നാലെ നിഹാദും 3 വനിതാ സുഹൃത്തുക്കളും ഇവർ ഒളിവിലായിരുന്നു. അച്ഛൻ എപ്പോഴും അങ്ങനെ ടൂറില്ല. ഇപ്പൊ രാവിലെ നമ്മൾ കണ്ടിട്ട് ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു ചോദിച്ചാൽ പറയും ജപ്പാനിലാണ്. അതിനിടയിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ഒട്ടേറെ വിവാദങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളാണ് നിഹാദ് എന്നുള്ളത് കൊണ്ടും ജനസംസാരം അങ്ങനെയാ. നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. വലിയ ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബറാണ് എന്നുള്ളത് കൊണ്ടും ഒരു സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കേസായി ഇത് മാറുകയാണ്. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയില്ലല്ലോ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ.